ലോകത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ പാലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കാനഡയിൽ സ്ഥിതി ചെയ്യുന്ന 32 അടി മാത്രം നീളം ഒരു കുഞ്ഞൻ പാലമാണിത്. കാനഡയിലെ സാവിക്കോൺ ദ്വീപിനെ ഈ പാലം സെന്റ് ലോറൻസ് നദിയുടെ മധ്യത്തിലുള്ള ഒരു അമേരിക്കൻ ദ്വീപുമായി ബന്ധിപ്പിക്കുന്നു. എൽമറ ആൻഡ്രസ് എന്ന വ്യാപാരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സാവിക്കോൺ ദ്വീപ്. 1793 യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും തമ്മിലുള്ള അതിർത്തി സെന്റ് ലോറൻസ് നദിയിൽ സ്ഥാപിച്ചു. ഈ അതിർത്തി ക്രമീകരണം കാരണം സാവിക്കോൺ ദ്വീപും വിഭജിക്കപ്പെട്ടു. ഒട്ടാവ ദ്വീപിന്റെ ഒരു വലിയ ഭാഗം നിലനിർത്തി, മറുവശത്ത് വാഷിംഗ്ടൺ ദ്വീപിന്റെ ഒരു ചെറിയ ഭാഗം സ്വന്തമാക്കി. തുടർന്ന് 1902 കനേഡിയൻ ദ്വീപായ സാവിക്കോണിൽ ആൻഡ്രസ് തന്റെ വലിയ ജർമ്മൻ ശൈലിയിലുള്ള ഒരു വില്ല നിർമ്മിച്ചു. പിന്നീട് അദ്ദേഹം ഇരു ദ്വീപുകൾക്കും ഇടയിൽ 9.5 മീറ്റർ നീളമുള്ള ഒരു തടിപ്പാലം നിർമ്മിച്ചു. ഇതൊരു ദ്വീപുകളെയും ബന്ധിപ്പിക്കുകയും യാത്ര സുഗമമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും ചെറിയ പാലമായ ബാക്ക് യാർഡ് ബോർഡർ ക്രോസിംഗ് ഉണ്ടായത്. 1976 ടൊറാന്റോ ആസ്ഥാനമായുള്ള ഡൊണാൾഡ് റിക്കാർഡും ഹംഗേറിയൻ വംശജയായ അദ്ദേഹത്തിന്റെ ഭാര്യ ജൂലി റെക്കായ് റിക്കാർഡും ഈ ദ്വീപുകൾ വാങ്ങുകയും ചെയ്തു.